ഇപ്പോൾ അവസാനമായിട്ട് ഒരു സിനിമ ഉണ്ടായിരുന്നു 2 ദിവസം മുമ്പേ, കടങ്കാവൻ. അതിനെക്കുറിച്ചൊരു 2 വാക്ക് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ. അതിനകത്ത് നമുക്ക് സ്റ്റാറിങ് മമ്മൂട്ടി ആൻഡ് വിനായകൻ. സോ ആ പടം കണ്ടപ്പോൾ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ആ ഒരു വില്ലൻ കഥാപാത്രവും, മമ്മൂട്ടിയുടെ വില്ലൻ കഥാപാത്രവും, പിന്നെ വിനായകനായിട്ടുള്ള ആ നായക കഥാപാത്രവും വളരെ നല്ല മൂവിയായിരുന്നു. എനിക്ക് തോന്നുന്നു സിറ്റി സെൻട്രൽ ഐമാക്സിലാണ് കണ്ടത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ത്രില്ലിങ്. നമുക്ക് ആദ്യമേ കഥയെക്കുറിച്ചൊക്കെ വളരെ ഒരു ഐഡിയ ഓൾറെഡി നമുക്കുണ്ട്. ഇതാണ് വില്ലൻ, ഇതാണ് നായകൻ നമുക്കറിയാം. പിന്നെ അത് എത്രത്തോളം അവസാനം ഫൈറ്റിങ് എവിടെ എത്തുന്നുണ്ടോ മാത്രമേ ഉള്ളൂ അതിനകത്ത് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഒരു പ്ലസ് ആയിട്ടൊരു അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഫാമിലിക്കൊക്കെ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ബിക്കോസ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് സീനുകളൊക്കെ വരേണ്ടതാണ്. പക്ഷേ മമ്മൂട്ടി അഭിനയിച്ചുകൊണ്ടായിരിക്കാം മേ ബി വളരെ നന്നായിട്ട് അതൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ സീനുകളൊന്നും എടുത്തിട്ടില്ല. എന്താ പറയുക, ഫാമിലി ആയിട്ട് നമുക്ക് കുട്ടികളൊക്കെ ആയിട്ടൊന്ന് കാണാം. ഇറ്റ്സ് എ ഗുഡ് മൂവി. എല്ലാവർക്കും വരുന്ന വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ഫാമിലി എന്ന് പറയാൻ പറ്റില്ല, ഒരു ത്രില്ലിങ് ടൈപ്പിൽ വരുന്ന ഒരു മൂവിയാണ്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. മമ്മൂട്ടിയുടെ ഒരു വേറിട്ടൊരു അഭിനയം നമുക്ക് കാണാൻ പറ്റും അതിനകത്ത്. വിനായകൻ സൂപ്പർ.